കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം മനസ്സിലാക്കിക്കൊള്ളുക. അക്ഷരീയമായും ആത്മീയമായും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റുവാനും ദൈവവചനത്തിൽ നിന്ന് അകറ്റി മാറ്റുവാനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരായി കൊണ്ടുവരുവാനും നമുക്ക് അദൃശ്യമായി ആത്മമണ്ഡലത്തിൽ ദൈവജനത്തിന് ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. ഇവരുടെ ദൂതന്മാരും ഇവരുടെ പ്രവാചകന്മാരും ഇവരുടെ സേവകന്മാരും ദൃശ്യമണ്ഡലത്തിലൂടെ ദൈവമക്കൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, ദൈവസഭയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നാം അത് തിരിച്ചറിയാതിരിക്കരുത്. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. ഈ സാത്താനിയ സാമ്രാജ്യത്തിന്, സാത്താനും അവൻ്റെ സൈന്യങ്ങൾക്കും അവൻ്റെ ദുരാത്മാക്കൾക്കും ഒക്കെ അവരുടേതായ ഭാഷകളുണ്ട്. ആ ഭാഷകൾ നമുക്ക് മനസ്സിലാകില്ല. നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവാത്മാവിൻ്റെ ഭാഷകളിലൂടെ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന അന്യഭാഷകളിലൂടെ, വിവിധ ഭാഷകളിലൂടെ, അതിൻ്റെ വ്യാഖ്യാന വരത്തിലൂടെ നമുക്ക് ശത്രുവിനെ ജയിക്കുവാനുള്ള ഭാഷകൾ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പുറപ്പെട്ടു ചെന്ന് തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കുകളും ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷകളുള്ള ഉഗ്രജാതിയുടെ ഭാഷാ പ്രവൃത്തികളെ അരിച്ചു കളയുവാൻ നമുക്ക് കഴിയും. പിശാചിൻ്റെ പ്രവൃത്തികൾ അരിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായെന്ന് തിരുവെഴുത്ത് പറഞ്ഞു. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികൾ അരിക്കുന്നത് ഭാഷാവരത്തിലൂടെ, ഭാഷാവരത്തിലൂടെ പിശാചിൻ്റെ പ്രവൃത്തികൾ അരിയപ്പെടും. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന തിരുവചനത്തിൻ്റെ നദികളിലൂടെ പിശാചിൻ്റെ പ്രവൃത്തികൾ അരിയപ്പെടും. നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുമ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികൾ അരിയപ്പെടും. സാത്താനെ, അവൻ്റെ സൈന്യത്തെയും അവൻ്റെ ദൂതന്മാരെയും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാരുടെയും മന്ത്രവാദികളുടെയും ആഭിചാരകന്മാരുടെയും ക്ഷുദ്രപ്രയോഗികളുടെയും സന്യാസ സമൂഹത്തിൻ്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ തിരികിതത്തിനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും വിരോധമായി ദൈവസഭയ്ക്കെതിരായി പുറപ്പെടുന്ന തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കുകളും ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷകളും ഉള്ള ഉഗ്രജാതികളുടെ ഭാഷകളെ, അതിൻ്റെ ഉദ്ദേശത്തെ, അതിൻ്റെ ലക്ഷ്യത്തെ, അതിൻ്റെ കോട്ടകളെയും കുന്നുകളെയും പർവ്വതങ്ങളെയും ഇടിച്ചു കളയുവാൻ ദൈവജനമേ, ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മിൽ പ്രവർത്തിപ്പാൻ അനുവദിക്കുക.